അമേരിക്കയിൽ വിമാന സർവീസ് കൂട്ടത്തോടെ റദ്ദാക്കി. രാജ്യത്ത് ഫെഡറൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി സർക്കാർ അറിയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള പ്രധാനമായിരിക്കുന്ന ചർച്ച ഇറാൻ അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇറാനെ ഭസ്മമാക്കാൻ വേണ്ടി യുദ്ധപ്പട അണിനിരന്ന് ട്രംപിൻ്റെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ അമേരിക്കയിൽ വ്യാപകമായ രീതിയിൽ പ്രകൃതിക്ഷോഭം അരങ്ങ് തകർക്കുകയാണ്. 8 ലക്ഷത്തോളം പേർക്ക് വൈദ്യുതി നഷ്ടപ്പെട്ട രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. നിയന്ത്രിക്കാൻ സാധിക്കും. പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സർക്കാരിന് പ്രത്യേകമായിരിക്കുന്ന നിയന്ത്രണമൊന്നും ഇല്ലെങ്കിൽ പോലും അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ക്ഷോഭത്തിൽ രാജ്യമാകെ വിളരെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിയിലാണ് പരിസ്ഥിതിയിലാണ് നിലനിൽക്കുന്നത് എന്നത് യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന അമേരിക്കൻ പൗരന്മാർക്ക് പോലും വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശൈത്യകാല കൊടുങ്കാറ്റ് എന്നാണ് ഇപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത്. കാറ്റ്, മഴ, മഞ്ഞ് വീഴ്ച, സ്റ്റോം സർജ് അടക്കമുള്ള എത്രത്തോളം വിനാശകരമായിരിക്കുന്ന സാഹചര്യം ഒരു രാജ്യത്ത് ഉണ്ടാവുമോ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോൾ അമേരിക്ക നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയുന്നത്. ടെക്സാസ്, ലൂസിയാന, മിസിസിപ്പി, ടെന്നസി, ന്യൂയോർക്ക്, ന്യൂജേഴ്സി തുടങ്ങിയ ഭാഗങ്ങളിൽ തുടങ്ങി കാനഡയും ബ്രിട്ടൻ്റെയും അതിർത്തി വരെ വ്യാപിച്ച് കിടക്കുന്ന രീതിയിലാണ് 200 ദശലക്ഷം അമേരിക്കക്കാർക്ക് നേരിട്ട് ഇതിൽ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. നേരിട്ട് ഇതിൻ്റെ അനുഭവങ്ങൾ അവർ പല ആളുകളും പത്രക്കാർക്കും മീഡിയക്കാർക്കും മുമ്പിൽ വരുന്ന സമയത്ത് വിതുമ്പിപ്പോകുന്നു എന്നുള്ളതാണ്. ആ തരത്തിലാണ് ഐസ് മഴ പെയ്യുന്ന തരത്തിൽ ഒരു രാജ്യം തണുത്തുറച്ച് നിൽക്കുന്നത്. അതിനോടൊപ്പമാണ് ഈ കൊടുങ്കാറ്റ് പോലെയുള്ള തണുത്ത കാറ്റ് വരുന്നു, മഞ്ഞുവീഴ്ച വരുന്നു. അങ്ങനെ ഏറെക്കുറെ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പ്രത്യേക പരിതസ്ഥിതിയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. അവിടെ കളിക്കുന്നതിന് ഇവിടെ കിട്ടുന്നു എന്ന തരത്തിൽ ചില പ്രയോഗങ്ങളൊക്കെ അറേബ്യൻ മീഡിയകളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. 18 മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണസംഖ്യ ഒരുപാടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ പരന്നു കിടക്കുന്ന ഭീകര അന്തരീക്ഷത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തിയത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ജനുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ചയാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇത് കഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തും അവിടെ വലിയ രീതിയിലുള്ള ആഘാതങ്ങളും പ്രയാസങ്ങളും രാജ്യം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത് ഇങ്ങനെയാണ്. 10,000-ഓളം വിമാന സർവീസുകളെങ്കിലും നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. ദശകോടികളുടെ സാമ്പത്തിക നഷ്ടം ഇപ്പോൾ കണക്കാക്കുന്നു എന്നുള്ളതാണ്. വിമാന സർവീസ് മാത്രമല്ല, സർക്കാർ ഉദ്യോഗ തലത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ രാജ്യത്തുനിന്ന് കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും സ്തംഭിച്ചിരിക്കുന്ന സ്ഥിതിയാണ്. രാജ്യത്തിൻ്റെ അകത്തേക്ക്, അത് അമേരിക്കയിലേക്ക് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നു. വിമാന സർവീസ് റദ്ദാക്കിയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. മറ്റുള്ള രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത വല്ലാത്തൊരു പരിസ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി യുദ്ധത്തിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടിക്കൊണ്ട് ഇപ്പം പൊട്ടിക്കും എന്ന് പറയുന്നിടത്തേക്കാണ് ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധപ്പടും സംവിധാനങ്ങളും സന്നാഹങ്ങളും എത്തിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലായിരുന്നു ആദ്യ സമയത്തൊക്കെ റിപ്പോർട്ട് വന്നിരുന്നത്. അഥവാ വെനിസുലയെ പോലെ സിമ്പിളായ രീതിയിൽ അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ലെബനാനിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനം അതിന് സമാനമായ രീതിയിൽ അവർക്ക് ഇറാനിലും ചെയ്യാൻ സാധിക്കും എന്നവർ വിശ്വസിച്ചു. എന്നാൽ സർവ്വസന്നാവും സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചിട്ടും അവരുദ്ദേശിക്കുന്ന തരത്തിൽ 10% പോലും ലക്ഷ്യം കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ ആകെ വിളറിയെടുത്തു. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൃത്യമായിരിക്കുന്ന പ്ലാനോട് കൂടി ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് പരാജയം സമ്മതിക്കേണ്ട ദയനീയ അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ട്രംപിനോട് അടിയന്തരമായ രീതിയിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്നത്. അമേരിക്കക്കും അത് അടിയുണ്ടായിട്ടുണ്ട്. കാര്യം അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്ത് രാജ്യത്ത് സമാധാനമായി ജീവിക്കുന്ന രാജ്യത്തിനകത്ത് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്യുക. ഒരു മാനസിക
ഒരു സൂക്കേട് പോലെയാണ് പല രാജ്യങ്ങളുടെ വിഷയത്തിലും അമേരിക്ക ഇടപെടാറുള്ളത്. അവരോട് ഏറ്റുമുട്ടാൻ സാധിക്കാത്തതും അവരെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതിന് പ്രധാനമായിരിക്കുന്ന കാരണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സൈനിക ശക്തിയാണ്, സൈനിക ബലമാണ്. അതിനെ ഒറ്റക്കായിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എന്നാൽ കൂട്ടായ രീതിയിൽ ഏറ്റുമുട്ടാൻ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളും തയ്യാറാവുന്നില്ല. നമ്മൾ നോക്കുക, ഓരോരോ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാവും. അഫ്ഗാനിസ്ഥാനിൽ ഭരണം താലിബാൻ്റെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിച്ച സമയത്ത് താലിബാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടാൻ. ഭരണം വീണു, നമുക്കറിയാം. ഈ പെൻറ്റഗൺ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇറാഖ് ഒറ്റപ്പെട്ടു. 32 രാജ്യങ്ങളടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ്റെ സംഘമാണ് അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ആക്രമിച്ചത്. ഇറാഖ് ഒറ്റക്കായിരുന്നു, ഒരാളും സഹായിക്കാനുണ്ടായിട്ടില്ല. ലിബിയയിൽ നോക്കുന്ന സമയത്ത് ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ലിബിയ ഒറ്റക്കായിരുന്നു, ആരും സഹായിക്കാനുണ്ടായിട്ടില്ല. സുഡാനിലെ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണം അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾ ഒറ്റക്കായിരുന്നു. ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾ ഒറ്റക്കായിരുന്നു. അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും രാജ്യം ഒറ്റപ്പെട്ടു പോവുകയും അതിൻ്റെ മേൽ സർവാധിപത്യം സ്ഥാപിക്കുന്ന ഒരു സ്ഥിതി അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ ലേശം വിഭിന്നമാണ്. എളുപ്പമല്ല വെനിസുലയെ പോലെ ഇറാൻ എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. വെനിസുലയിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചു. എന്നാൽ ഇറാനെതിരെ ഒരുങ്ങാൻ പോലും യഥാർത്ഥത്തിൽ കൃത്യതയോടുകൂടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടെ പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് സൈനികർക്ക് മാനസികപരമായിരിക്കുന്ന പ്രയാസം അതുണ്ടായി. തങ്ങളുടെ രാജ്യത്തിൻ്റെ ബന്ധുക്കളും ഇത്തരം വലിയ പ്രയാസ കാര്യങ്ങൾ അനുഭവിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് ഒരു മാനസിക ധൈര്യം കിട്ടാത്തൊരു പ്രയാസം ഇപ്പോൾ അമേരിക്കയുടെ സൈനികർക്കുണ്ട് എന്നുള്ളത് മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക ഈ യുദ്ധക്കപ്പലിനെ വല്ലാത്തൊരു രഹസ്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത രീതിയിൽ ചില ഡ്രോണുകൾ, അത് ആത്മഹത്യാ ഡ്രോണുകൾ എന്നൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിരീക്ഷണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവരെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി അതും സാധിക്കുന്നില്ല. കാര്യം എന്ന് പറയുന്നത്, ഈ ആത്മഹത്യാ ഡ്രോണാകുന്ന സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ അതിനെ വെടിവെച്ചാൽ അത് വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തും. അപ്പോൾ ഒരു കപ്പലിൻ്റെ നേരെയൊക്കെയാണ് ആ വെടിവെപ്പ് നടക്കുന്നതെങ്കിൽ ആ കപ്പലിനെ സാരമായിട്ട് അത് ബാധിക്കുന്ന രീതിയിലേക്ക് വരും. മാത്രമല്ല, ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഏത് തരത്തിലാണ് എന്നുള്ളത് ഇപ്പോഴും അമേരിക്കക്ക് അജ്ഞാതമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചെതറിത്തെറിക്കുന്ന രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉള്ളത് എങ്കിൽ അതിനൊരു വെടിയേറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ വെടിവെക്കുന്നവരുടെ നേരേക്ക് വരെ ഇത് ചെതറിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നു. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിലൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ യഥാർത്ഥം നിലനിൽക്കുന്നത്. കാര്യം ഒരു ഭാഗത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി, മറുഭാഗത്ത് രാജ്യത്തുടനീളം വീശിയടിച്ചിരിക്കുന്ന ശൈത്യകാല കൊടുങ്കാറ്റ്, അതിൻ്റെ പ്രയാസ ബുദ്ധിമുട്ടിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ രണ്ട് വിഷയങ്ങളെ ഒരേ സമയത്ത് അഭിമുഖീകരിക്കേണ്ട ഒരു വല്ലാത്ത സാഹചര്യമാണ് അമേരിക്കയുടെ സർക്കാരിനുള്ളത് എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ തന്നെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്ന കാര്യം, ഈ പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനപ്പുറം മറ്റു രാജ്യത്തെ ആക്രമിക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. എന്നിട്ട് അത് ആലോചിച്ച് ചെയ്യേണ്ടത്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ദിവസവും അവർ ധൈര്യസമേതം യുദ്ധത്തിന് അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ആക്രമിക്കൂ കാണിച്ചു തരാം എന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഇറാൻ മാത്രമല്ല, ഇറാൻ്റെ പിന്നിൽ റഷ്യയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ അമേരിക്കയ്ക്ക് കനത്ത രീതിയിലൊരു പ്രഹരം നടത്തുക എന്നുള്ളത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന റഷ്യ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നതും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നതുമാണ്. അത് എവിടെയും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവസരങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും കിട്ടുന്ന സമയത്തെല്ലാം റഷ്യ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറം പല ഘട്ടങ്ങളിലും റഷ്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സോവിയറ്റ് യൂണിയൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതോടനുബന്ധിച്ചാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം വ്യത്യസ്തമായ രീതിയിൽ ചെതറിപ്പോയത്. 16 രാജ്യമായിട്ടെങ്കിലും അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടുപോയ രാജ്യത്തിൻ്റെ എണ്ണം എണ്ണിയാൽ തീരാത്തത്രയാണ്. അത് ഈ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ശ്രമം വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ശത്രു രാജ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.
അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് രണ്ട് പ്രതിസന്ധിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. രാജ്യത്ത് രൂക്ഷമായിരിക്കുന്ന ഈ ശൈത്യകാല കൊടുങ്കാറ്റ് എന്ന് പറയുന്ന പ്രകൃതിക്ഷോഭം വല്ലാത്ത രീതിയിൽ അലട്ടുന്ന സമയത്ത് ഇറാനെ പോലുള്ള ശക്തിയുള്ള രാജ്യത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും അമേരിക്കയെ രാഷ്ട്രീയ നിരീക്ഷകർ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടത് എന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.